നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടിയിൽ സ്വകാര്യ ബാങ്ക് ഉദ്യോഗസ്ഥനെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂരങ്ങാടി ചന്തപ്പടി ചെമ്മാട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായ വയനാട് മുള്ളൻകൊല്ലി സ്വദേശി അഖിൽ ഷാജിയെയാണ് താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊന്നാനി ഫിഷിംഗ് ഹാർബറിലും പരിസരത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. മീൻ ലോറികളിലും മത്സ്യവില്പന കേന്ദ്രങ്ങളിലും പരിശോധന നടന്നു. 14 ഇടങ്ങളിൽ നിന്ന് പരിശോധനയ്ക്കായി മത്സ്യ സാമ്പിൾ ശേഖരിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന 2 കടകൾക്ക് നോട്ടീസ് നൽകി. പഴകിയ മത്സ്യവും പിടിച്ചെടുത്തു. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ച 12 KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സമരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. കയ്യാങ്കളിയിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കോഴിപ്പുറം വെണ്ണായൂർ AMLP സ്കൂളിലെ 129 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സാഹചര്യത്തിൽ പള്ളിക്കൽ പഞ്ചായത്തിലെ സ്കൂളുകളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. വെണ്ണായൂർ സ്കൂളിലാണ് ആദ്യം എത്തിയത്. തുടർന്ന് മറ്റു സ്കൂളുകളിലും എത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി. പരപ്പനങ്ങാടി പെട്രോൾ പമ്പിൽ നിന്ന് ടാങ്ക് നിറയെ ഇന്ധനം അടിച്ച ശേഷം പണം നൽകാതെ കാറുടമ മുങ്ങിയതായി പരാതി. അഞ്ചപ്പുരയിലെ പെട്രോൾ പമ്പിലാണ് സംഭവം. കാറിലെത്തിയ ആൾ 4000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഇന്ധനം അടിക്കുകയായിരുന്നു. ഇന്ധനം നിറച്ചു കഴിഞ്ഞ ശേഷം ഉടനെ വാഹനം എടുത്തുപോയി. പമ്പുടമ പോലീസിൽ പരാതി നൽകി. വീടിനു നേരെ യുവാവ് വെടിയുതിർത്ത സംഭവത്തിൽ പെൺകുട്ടിക്ക് പിന്തുണയുമായി വനിതാ കമ്മീഷൻ. സംശയരോഗിയായ പുരുഷന്മാർ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലുങ്ങലിൽ കൊട്ടേഷൻ സംഘം നാട്ടുകാർക്കു നേരെ തോക്കുചൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കൊച്ചി നായരമ്പലം സ്വദേശി സായന്താണ് പിടിയിലായത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 5ആയി. കടലാക്രമണത്തെ തുടർന്ന് വെളിയങ്കോട് പാലപ്പെട്ടി തീരമേഖലകളിൽ 50 കുടുംബങ്ങൾ ബന്ധുവീട്ടുകളിലേക്ക് താമസം മാറി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടലാക്രമണത്തിൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയത് മൂലവും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നതുമായ സാഹചര്യത്തിലാണ് താൽക്കാലികമായി കുടുംബ വീടുകളിലേക്ക് മാറിയിരിക്കുന്നത്. ചാലിയാറിൽ വെള്ളം കൂടിയതോടെ ഒറ്റപ്പെട്ട മുണ്ടേരി ഇരുട്ടുകുത്തിയിലെ പനി ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ നൽകാൻ അഗ്നിരക്ഷാസേന ഡിങ്കി ബോട്ടിൽ അക്കരെ എത്തിച്ചു. പോത്തുകല്ല് ഹോമിയോ ഡിസ്പെൻസറിയിൽ എത്തിച്ച കുട്ടികൾക്ക് ചികിത്സ നൽകി. നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ വയോധികയെ RPF ഉദ്യോഗസ്ഥർ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തി. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളം പൂനെ എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വേങ്ങര ഊരകം പുല്ലഞ്ചാലിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. കൊടക്കാട്ടിൽ ഇബ്രാഹിം കുട്ടിയുടെ മകൻ ബഷീറാണ് മരിച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.